Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി റിസർച്ച് മെത്തഡോളജി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ടാക്സേഷൻ ഈ രണ്ട് സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ റിസർച്ച് മെത്തഡോളജിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ റിസർച്ച് മെത്തഡോളജി പാർട്ട് ബിയിൽ 10 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതിൽ 6 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. ഒരു ചോദ്യത്തിന് 5 മാർക്ക്, അങ്ങനെ ടോട്ടല് 30 മാർക്ക്. സോ നമ്മുടെ ടോട്ടൽ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് അതിൽ ചില ഏരിയാസ് ഒക്കെ വളരെയധികം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നതാണ്. ഇപ്പൊ മെഷർമെന്റ് ഓഫ് സ്കെയിലിന്റെ ഒക്കെ ഏരിയാസ്, പല സ്കെയിലിംഗ് ടെക്നിക്സ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിലും അപ്പുറത്ത് ഓപ്ഷൻസ് ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ലഭിക്കും. മനസ്സിലാവുണ്ടോ? ഇത്രത്തോളം ഓപ്ഷൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാൽ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ടൈപ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടായിരുന്നു. ടൈപ്സ് ഓഫ് റിസർച്ച് പഠിക്കുക. അതിൽ എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പല കാറ്റഗറൈസേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ഇൻറ്റൻറ്റ് ഉണ്ട്, ബേസ്ഡ് ഓൺ മെത്തേഡ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് മെത്തേഡ്സിന്റെ ബേസിലെ റിസർച്ചിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ് ആദ്യത്തെ. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ റിസർച്ച് പ്രോസസ്. റിസർച്ച് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. റിസർച്ച് പ്രോസസ്സ് നല്ല രീതിയിൽ പഠിച്ചാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കണ്ടന്റ്സ് ലഭിക്കുന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയുള്ള കാര്യം. സോ എന്താണ് റിസർച്ച് പ്രോബ്ലം, അതിൻ്റെ നേച്ചർ, അതിൻ്റെ ഇമ്പോർട്ടൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. റിസർച്ച് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ്. എന്താണ് ഹൈപ്പോത്തിസിസ്? അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സെപ്പറേറ്റും ഉണ്ട്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ഹൈപ്പോത്തിസിസിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, നൾ, ഓൾട്ടർനേറ്റീവ്, അങ്ങനെ പല കാറ്റഗറൈസേഷനുള്ള കാര്യങ്ങൾ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിസർച്ച് പ്രോസസ്സ്. അതിൽ നമുക്ക് റിസർച്ച് പ്രോബ്ലം സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്, ഹൈപ്പോത്തിസിസിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് എന്താണ് റിസർച്ച് ഡിസൈൻ? നിർബന്ധമായും പഠിച്ചിരിക്കണം റിസർച്ച് ഡിസൈനെ പറ്റിയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ റിസർച്ച് ഡിസൈനിൻ്റെ നീഡ്സ്, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, സാമ്പിളിംഗ് എന്താണ്? എക്സ്പ്ലെയിൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. സാമ്പിളിങ്ങിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. ആസ് യൂഷ്വൽ കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാമ്പിളിങ്, അതിൻ്റെ സാമ്പിളിംഗ് ടെക്നിക്ക്, അതിലെ പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ ആ ടെക്നിക്കും എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക കേട്ടോ. സാമ്പിളിങ്ങിൻ്റെ അത് നമ്മൾ കൂടുതൽ എസ്സേക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പിളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്, കോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ബയാസ്. സാമ്പിളിംഗ് എറർ എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ പറയുന്ന നെക്സ്റ്റ് ഏരിയ ആണ് കോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ബയാസ്. നോക്കിയിരിക്കണം.
ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് വാരിയബിൾസ് എന്താണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ 2 മാർക്സിനും പ്രതീക്ഷിക്കുന്നതാണ്, 5 മാർക്കിനും പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്കെയിലിംഗ് എന്താണ്, അതിൻ്റെ ടൈപ്സ് നോക്കിയിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. വാരിയബിൾസോ സ്കെയിലിങ്ങോ മാറി മാറി വരാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ questionnaire and interview schedule. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നൊരു ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് ഒബ്സർവേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ അത് നമ്മൾ പ്രൈമറി ഡാറ്റയുടെ മെത്തേഡ്സ് പറഞ്ഞപ്പോൾ ഇത് നോക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒബ്സർവേഷനോ ഇൻ്റർവ്യൂ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻ്റർവ്യൂയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് എത്ര ഏരിയാസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പാരിറ്റീവ്ലി. അതുകൊണ്ടാണ് ഈ ഏരിയാസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്. ഓക്കെ, എല്ലാത്തിൽ നിന്നും അവർ ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ ലഭിക്കുന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ഏരിയാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഡാറ്റ പ്രോസസ്സിങ് എന്താണ്, അതിൻ്റെ സ്റ്റേജസ്, മെത്തേഡ്സ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് മെത്തേഡ്സ് കേട്ടോ, ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ. അത് നോക്കുക, 5 മാർക്കിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നതാണ്. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പലതരത്തിലുള്ള അനാലിസിസ്, ബയോവേരിയേറ്റ് അല്ലേ, യൂണിവേരിയേറ്റ്, പലതരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. ഇനി കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്ന മറ്റൊരു ചോദ്യം ഇൻ്റർപ്രട്ടേഷൻ എന്താണ്. ദെൻ അതിൻ്റെ നീഡും അതിൻ്റെ ടെക്നിക്കും നോക്കണം. അതുപോലെ തന്നെ ടെക്നിക്സ് നോക്കിയിരിക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നതാണ് ഇൻ്റർപ്രട്ടേഷനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം. ഇനി നെക്സ്റ്റ് പ്ലേജറിസം എന്താണ്, ചിലപ്പോൾ അത് 2 മാർക്കിലേക്കും വരാം കേട്ടോ. പ്ലേജറിസത്തിൻ്റെ കൺസെപ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും ചോദിക്കുക. പ്ലേജറിസത്തിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം വരാറുള്ളതാണ്. 2 മാർക്കാവാം അല്ലെങ്കിൽ 5 മാർക്കാവാം, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് എക്സ്പ്ലെയിൻ സോഴ്സസ് ഓഫ്, കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നതാണ്. സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നതാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ്റെയും കൂടിയും സജഷൻ നൽകുകയാണ്, ചിലപ്പോൾ വരാം. എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി സൈസ് ഓഫ് സാമ്പിൾ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സൈസ് ഓഫ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ചില ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ ചോദ്യങ്ങൾ. ദെൻ അതല്ലാത്ത ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ വരും. കാരണം നമുക്ക് ഓപ്ഷൻസ് കൂടുതലുണ്ട്. 10 6 എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞ ഏരിയാസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഈ പറഞ്ഞ 6 കിട്ടും. ദെൻ ഈ 10 6 7 കുറച്ച് ഈസി ആയിരിക്കാം, ബാക്കി 3 ഈ പറഞ്ഞ പോലെ 4 കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെയാണ് എല്ലാ പേപ്പറിലും വരാം. ഓപ്ഷൻസ് കൂടുതലുണ്ടാവുമ്പോൾ എന്താണ്, ചില ഏരിയാസിൽ നിന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളും ചിലത് ഈസി ആയിട്ടുള്ള ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ടുള്ള പഠിച്ചെഴുതിയാൽ മതിയില്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പാർട്ട് ബിയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ലഭിക്കും. സോ ഇപ്പോൾ നമ്മൾ 3 പാർട്ടിലത്തെയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സി പാർട്ട്, ബി പാർട്ട്, എ പാർട്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സോ നമ്പർ 1 ടൈപ്സ് ഓഫ് റിസർച്ച്. അതിൽ ഏതെങ്കിലും
സോ നമ്പർ 1 ടൈപ്സ് ഓഫ് റിസർച്ച്, അത് ബേസ്ഡ് ഓൺ ഇൻറ്റൻറ്റോ മെത്തേഡ്സോ ചോദിക്കാം. റിസർച്ചിൻ്റെ പ്രോസസ്സ് ചോദിക്കാം. റിസർച്ച് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഹൈപ്പോത്തസിസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ നീഡ്സ്, സാമ്പിളിംഗ് എന്താണ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കുക. ടെക്നിക്സ് എസ്ഐയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ബയാസ് പഠിച്ചു വയ്ക്കുക. വാരിയബിൾസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് എന്താ, അതിൻ്റെ സ്കെയിലിംഗ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റനെയർ ആൻഡ് ഷെഡ്യൂൾ, ദെൻ ഒബ്സർവേഷൻ്റെ കൺസെപ്റ്റ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ്, അതിൻ്റെ സ്റ്റേജസ് ആൻഡ് മെത്തേഡ്സ്, ദെൻ ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, അതിൻ്റെ നീഡ് ടെക്നിക്ക്, പ്ലേജറിസത്തിൻ്റെ കൺസെപ്റ്റ്, ദെൻ സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി സൈസ് ഓഫ് സാമ്പിൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. സോ ഇനി നെക്സ്റ്റ് മറ്റൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.